ഹണി കോട്ടേജ്. ഏത്? ഹലോ, നമ്മളങ്ങനെ ബഹൈന് റിജാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഹണി മ്യൂസിയം ഉണ്ട്. ഹണി മ്യൂസിയം, പിന്നെ ഹണി ടെസ്റ്റിംഗ് സ്ഥലമൊക്കെ. അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയൊരു ടണലിൻ്റെ അകത്താണ്. ഒരു മലയുടെ ഉള്ളിക്കടെ തുറന്ന് മലയുടെ ഒരു ഭാഗത്ത് നിന്ന് അപ്പുറ ഭാഗത്തേക്ക് കടന്നിട്ടാണ് അങ്ങോട്ട് പോണേ. അവിടെ തന്നെ റിജാലിൽ ഒരു ഹെറിറ്റേജ്, റിജാൽ അൽമ എന്ന് പറഞ്ഞിട്ടൊരു ഹെറിറ്റേജ് വില്ലേജും ഉണ്ട്. പിന്നെ ഒരു ഹണി മ്യൂസിയം ഉണ്ട്. അബഹേന്ന് താഴത്തേക്ക് ഇറങ്ങിയിട്ടാണ് ഈ വഴി വരുന്നത്. അപ്പോൾ നമ്മൾ അത് കാണാൻ വേണ്ടിയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ റിജൽ അൽമ ഹണി കോട്ടേജിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ഇവിടെ താഴെ വന്ന് പാർക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇറങ്ങി നടക്കണം. അപ്പോൾ തൊട്ട് മുകളിൽ തന്നെയാണ് ഹണി കോട്ടേജ്. ഇതിവിടെ പണ്ടത്തെ ഹണി എടുക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചൊരു ട്രക്ക് ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് ചുമ്മാ ഒരു രസത്തിന് വെച്ചേക്കണമെന്നാണ് തോന്നുന്നത്. നല്ല രസമാണ്. നിറച്ച് ബൊഗൈൻ വില്ലകളൊക്കെ ഉണ്ട്. പിന്നെ പണ്ടത്തെ ഒരു പോലീസ് ജീപ്പ് അവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഹെറിറ്റേജ് വില്ലേജിൻ്റെ ഒരു ചെറിയ ഇതുപോലെ അവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ആ ഹണിയുടെ അതിനകത്ത് നിറച്ചും, ക്യാമറ കാണാൻ പറ്റില്ല, അവിടെ ഹണിയുടെ ഇതുണ്ട്. അതിനകത്ത് നിറച്ച് ഹണി ബീസ് പറക്കണുണ്ട്. നമ്മൾ കയറാൻ പോവാണ്. ഇതിൻ്റെ പുറത്തേക്കടെയൊക്കെ നിറച്ച് തേനീച്ചകൾ അടുക്കണ്ട കേട്ടോ. ഇവിടെ ഒരു തേനീച്ച പോലീസ് ഇത് നടക്കണ്ട. ഇതൊക്കെ തേനീച്ച ഉണ്ടല്ലോ. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് കയറി പോകേണ്ടത്. അപ്പോൾ ഇവിടെ പേയ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഒരാൾക്ക് 10 റിയാലാണ് ഇവിടെ എൻട്രൻസ് ഫീസ്. ഹിമയ്ക്കില്ല, ഹന്നയ്ക്കും എൽദോയ്ക്കും എനിക്കപ്പോൾ. ഇവിടെ നല്ല ബൊഗൈൻ വില്ല ഉണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇനി മുകളിലോട്ട് നമ്മൾ കയറണം. ഇവിടെ എല്ലാം ഒരു ചെറിയ ചർക്ക, വിൻമില്ല് ഒക്കെ ഉണ്ട്. There is no insect on earth that produce food for human except the bee. ബീസിനെ പറ്റിയിട്ടുള്ള സ്ലോഗൻസ് ഒക്കെ കുറേ എഴുതി വെച്ചിട്ടുണ്ട്. ഐ ലവ് ബീസ് എന്നൊക്കെ പറഞ്ഞ് കാണാൻ നല്ല ഭംഗിയാട്ടോ. ഇപ്പം നല്ല തണുപ്പായതുകൊണ്ട് നല്ല സുഖമാണ്. പിന്നെ ഇവിടെ നമുക്കിതിക്കടെ ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് നടക്കാം. ഇതിൻ്റെ അകത്ത് ഇതാണ് മറ്റേ ഇതിനകത്ത് നിറച്ച് ഹണി ബീസ് ഉണ്ട് കേട്ടോ. നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോഴും കാണാൻ പറ്റുമായിരുന്നു. ഇതിനകത്ത് നിറച്ച് തേനീച്ച ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. പക്ഷേ വീഡിയോയിൽ അത്ര വിസിബിളായിട്ട് കാണാൻ പറ്റില്ല. കണ്ടോ, 1-2 ഒക്കെ ഇങ്ങനെ നടക്കണ കാണാൻ പറ്റുള്ളൂ. പക്ഷെ നിറച്ച് തേനീച്ചയുണ്ട്. കാര്യം പറഞ്ഞ ഹണി കാരേജ്. പപ്പ അവിടെ പോയി. ബീസ് ടവർ, ഹണി റിഫൈനറി ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാം. ഇവിടെയൊക്കെ നിറച്ച് ബൊഗൈൻ വില്ല ഉണ്ട്, അല്ലാണ്ട് പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ വരുമ്പോൾ പിന്നെ അടുത്ത കളേഴ്സായി. അയ്യോ, ഇത് അപ്പനെ ഇരിക്കണമെന്ന് പറയില്ല. ഹാംസ്റ്റർ ഇരിക്കും പോലെ ഉണ്ട്. ഹൂ വി ആർ. ഇവിടെ നല്ലൊരു കോട്ടേജ് പോലെയൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. ഇവിടെ നല്ല ഭംഗിയാണ്. ഇതാണ് ഹണി കോട്ടേജ്. നല്ല ഭംഗിയാണ്. ഇവിടെ ബ്ലൂ ആൻഡ് വൈറ്റ് തീം വന്നപ്പോൾ നല്ല രസമുണ്ട്. അത് കഴിഞ്ഞ് ഇതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാം. ഇതിന് നല്ല ഉണപ്പാ. ഫാമിലി ഹോം. ഇതിനകത്ത്
ഷാൻഡിൽസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഹലോ, മൊണാലിസയുടെ പടം ഉണ്ട് കണ്ടോ? മൊണാലിസ ഹണി മേക്കയുടെ പടം വെച്ചിട്ടുണ്ട്. ഹണി ഷോപ്പാണ്. ഇവിടെ നമുക്ക് ഹണി ബൈ ചെയ്യാം. ഇവിടെ പലതരത്തിലുള്ള സൂവനിയേഴ്സൊക്കെ വച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. ഇരിക്കുകയൊക്കെ ചെയ്യാം. ഇരിക്കാനുള്ള സെറ്റൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഒരു ആടണ കസേരയുണ്ട്. الرجاء الالتزام بعائلتنا الوقائية أثناء تجارب العسل. يبقى الطفل خلف السياج الخشبي ويتذوق العسل عن ما في سكر، ما في صح؟ لا تترددوا بطلب سكر ما في صح؟ من المراقبين الصحيين للأطفال. بتاتا يمنع دخول الأطفال لأي سبب من الأسباب. يوجد كاميرات تراقب هذا. Do not hesitate to ask help from health monitors regarding children. Children are strictly prohibited from entering for any reason. There are cameras that monitor this matter. ضيوف عائلتنا الكرام، من أجل صحتك وسلامة الجميع، الملاعق الخشبية التي تدخل الفم وتلتقط باليد تستخدم لمرة فقط، ثم ترمى مباشرة بأخرى جديدة من صناديق الملاعق المنتشرة بجانب كل عبوة عسل. ضيوف كوخ العسل يتحمل الشخص قيمة العبوة في حال مخالفة إجراءات الصحة والسلامة. Dear guests of our family, for your health and everyone's safety, wooden spoons that enter the mouth and are picked up by hand are used only once, then thrown directly into the nearest trash can and immediately. There are cameras that monitor this matter. Children are prohibited. وسلامة الجميع، الملاعق الخشبية التي تدخل الفم وتلتقط باليد تستخدم لمرة فقط، ثم ترمى مباشرة في أقرب سلة مهملات وتستبدل فورا بأخرى جديدة من صناديق الملاعق المنتشرة بجانب كل عبوة عسل. ضيوف كوخ العسل يتحمل الشخص قيمة العبوة في حال تضيء مخالفة إجراءات الصحة والسلامة. Dear guests of our family, for your health and everyone's safety,
Wooden spoons that enter the mouth and are picked up by hand are used only once, കേട്ടോ then thrown directly into the nearest trash. ചിൽഡ്രൻസ് ആർ നോട്ട് അവൈൽ. Immediately replaced with new ones from the boxes of spoons spread next to each package of honey. Honey Hut guests. The person I eyed. السادة الضيوف زوار منزل عائلتنا عن طريق المرافقين لا تترددوا بطلب المساعدة من المراقبين الصحيين فلا يخصوا الأطفال بتاتا ഞാൻ കഴിച്ച അല്ല കഴിച്ച് കറക്കട്ടാ. ഒന്നുമില്ല, കിട്ടി 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 കേൾക്കണം. من أجل صحتك وسلامة الجميع المناطق التشريحية التي تدخل الفم وترتبط باليد تستخدم لمدة واحدة فقط ثم تدخل مباشرة في أقرب سلك عن കറക്കി തീരെ. فورا بأخرى جديدة من صناديق الملامح المنتشرة بجانب كل عبوة عسل. بدون كوب العسل يتحمل الشخص قيمة العبوة في حال نقض مخالفة إجراءات الصحة والسلامة. Dear guests of our family, we are full and everyone's safety. ഇമ്മ കാല് കയറ്റിയില്ലേ? Spoons that enter the mouth and are picked up by hand are used only once, then thrown directly into the nearest trash. ഇവിടുത്തെ മെയിൻ ഗുണം എന്ന് വെച്ചാൽ ഇത് വെച്ച് നമ്മൾ ഒരാൾക്ക് ഓർഡർ വേസ്റ്റ് കളയുക, അടുത്ത് കൊണ്ട് അടുത്തെടുക്കുക, വേസ്റ്റ് കളയുക, അല്ലാണ്ട് ഷെയർ ചെയ്യാൻ പറ്റില്ല. അതാണ് ഇവിടുത്തെ ഹെൽത്തി. അതാണ് ഈ അറബിയിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇംഗ്ലീഷിലും വിളിച്ചു പറയുന്നുണ്ട്. ഇതിൻ്റെ അകത്തൊക്കെ തേനീച്ച പിള്ളേരുണ്ട്, അയച്ചു കിട്ട കൊട്ടേഷന് പിള്ളേരുണ്ട്. എന്നെ മാത്രമല്ല അയച്ചിട്ടുണ്ട്. ഞാൻ നിർത്തി, ഞാൻ ആദ്യത്തെ സെക്ഷനിൽ തന്നെ നിർത്തി. BP വേണോ ഇതിൻ്റെ അകത്ത്? മരിക്കില്ലാത്ത അസുഖത്തിന് വരെ ഇവരുടെ തേനുണ്ട്. ലെമൺ ഫൈൻ. അതെനിക്ക് വേണേ. എത്രയെന്ന് ചോദിച്ചേ? അമൃതും തരിയുണ്ട്. ഹബാ ഹാഫ് ബോട്ടിൽ. അതാ ഫീ ലെമൺ മിക്സ് ഓർ തട്ടിപ്പാണോ? നോക്കിയേ. കൊച്ചും പിടിച്ചു, ഹിമയും പിടിച്ചു. ലെമൺ കുഴപ്പമില്ലല്ലോ, ഒരു 50 എടുത്തോ. മുരിങ്ങ BP. Second one. And a lemon one. Wait. How much for this? പേരൊക്കെ നമ്മൾ പറഞ്ഞേ. ഞാനിപ്പോ വരാട്ടോ. വരാം. ലെമൺ ഇവിടെ ഏതോ നല്ലതാ? അത് 125 ഇതോ? അത് എത്ര? അതൊക്കെ ഹൗ മച്ച്? സെക്കൻഡ് വൺ സെയിം. വിച്ച് വൺ ഈസ് ഗുഡ് ആസ് പെർ യു? സൈനസ് എടേ ഇത് അതൊക്കെ ഹൗ മച്ച്? ചുമക്കൊക്കെ നല്ലതല്ല, ചുമക്കല്ല തലവേദനയ്ക്ക്.
ഇഷ്ടപ്പെടുകയെന്ന് പറയും തോറും ഒരു റേറ്റ് കൂട്ടുണ്ട്. അല്ല അവിടെ എഴുതി വെച്ചേക്കുവാ. ആണോ? ഈ ഇവിടെ എഴുതി വെച്ചേക്കുവാ. എവിടെ? ഈ സൈഡില്. അവർ പറയുന്നതനുസരിച്ച് ഇത് ഒന്നും ആർട്ടിഫിഷ്യൽ അല്ല, പക്ഷേ എല്ലാം അവരുടെ ഓരോരോ തേനീച്ചകളുടെ ഓരോരോ കൂടുകളിൽ നിന്ന് കിട്ടുന്നതാണ്. സൺഫ്ലവർ അതല്ലേ പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവരുടെ അടുത്ത് ഇപ്പം എന്താ പറയുക, എനിക്കുള്ള അസുഖത്തിനുള്ള ഇവിടെ സൈനസിൻ്റെ കണ്ടുമല്ലോ. അതിവിടെ സൈനസ് എന്നല്ല അല്ലേ, വായിച്ചപ്പേ അങ്ങനെ ഇത് കണ്ടോ, ഇവനെ ഹന്നേനെ കണ്ടുപിടിക്കുക. ഹന്ന പത്രികയിൽ ഉടക്കിയിട്ടെങ്കിൽ അത് ബോലാക്കോ. എത്ര ചോദിച്ചേ എത്ര ആണെങ്കിലും പിടിക്കണോ? എന്നാ അതിന്റെ ഗുണേനാ നോക്കിയേ. ഫെയർ കോമ്പിനേഷൻ ആണെങ്കിൽ ഒരു പത്രം പേടിക്കണം. ഇപ്പൊ അവസാനം വന്നപ്പോൾ നമ്മുടെ അടുത്ത് മാത്രമേ ആൾക്കാരുള്ളൂ. നെയ്യാണത്, അതിന് നെയ്യാണ് അതന്നെ. അത് എനിക്ക് പറഞ്ഞു ഇത് ഓനോട് എടുത്തതേ. ആ ഇല്ല, നെയ്യാണത്. വിച്ച് വൺ? ഓറഞ്ച് ലാസ്റ്റ് ഓർ ദിസ് വൺ? Same like lemon. No benefit. Different. Benefit. Taste. ഇറക്കില്ല. നല്ലതാണോ? സാഫ്രോൺ, ചെമ്പരത്തി. ആ പിന്നെ ആ അങ്ങനെയും പറയുമോ? ഓ ഭയങ്കര മധുരം, ഭയങ്കര മധുരം. അത് ലേസ് അതാ റൈറ്റ്. ليش هذا دواء كويس هذا واحد في دواء എടേ വാ ചെല്ല. 3000 അവിടെ, 3500 രൂപ അവിടെ. ലെമൺ അതാ ഓർമ്മ എടുത്തേ. രണ്ടര ചരണ്ട എടുക്ക. നീ എടുത്തോ, കൺഫേം ആക്കാൻ വേണ്ടിട്ടാ. തരികൊള്ളാം. മധുരമാണോ? പഞ്ചസാര ഉണ്ടോ? അതാ മോയാഫി ബലാഷ് മാഫീസാ. ആ കുല്ലു ശുക്കർ. കിക്ക് എന്ന് പറഞ്ഞ കിക്കോട് കിക്ക്. നമ്മളിപ്പോൾ മേടിച്ചേക്കുന്ന ഇതും ഇതല്ല, സൈനസിൻ്റെ ഇതും. നാട്ടിലെത്ര ഉണ്ട്? 7500 2000 രൂപ. ഇത് ഭയങ്കര ടേസ്റ്റ്. ഹെൽത്തി ഏതാണെന്ന് അറിയത്തില്ല, പക്ഷെ നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലതെന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും അറിയില്ല. പക്ഷെ ആ ടേസ്റ്റും കൊണ്ട് നമ്മൾ മേടിച്ചു. പിന്നെ അടുത്തത് മേടിച്ചത് എന്താ മേടിച്ചപ്പോൾ അടുത്ത് നമ്മൾ ലെമൺ സിട്രസിൻ്റെ മേടിച്ചു. ഇത് നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്.
നല്ല ഭംഗി. അത് ചുമക്കൊക്കെ നല്ലതാണ്. ഭയങ്കര ഫ്രണ്ട്ലി ആണ് ആൾക്കാർ. നമ്മള് കാണാൻ വന്ന നമ്മള് പരസ്യത്തിന് വേണ്ടി വീഡിയോ ചെയ്തോട്ടൊന്നും തന്നില്ല. അല്ല അങ്ങനെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് അറിഞ്ഞിട്ട് അവർ നമ്മുടെ അടുത്ത് വീഡിയോ ഒന്ന് ചോദിച്ചു. പരസ്യം കൊടുക്കാൻ വേണ്ടി വീഡിയോ എടുത്തോട്ടാന്ന് ചോദിച്ചു. നമ്മൾ എടുത്തോളം പറഞ്ഞു. നല്ല ഭംഗിയാണ്. അപ്പൊ ഇനി അടുത്ത ടൂറിസ്റ്റ് സ്ഥലത്ത് വെച്ച് കാണാം. ഇത്ര പൈസ മുടക്കിയിട്ടുള്ള തുടങ്ങുന്നല്ലോ ഇത് ആദ്യമായിട്ടാ. പക്ഷെ ഹെൽത്തി ആയിട്ടായതുകൊണ്ട് മാത്രം. പക്ഷെ നമ്മള് കഴിച്ചിരിക്കാൻ കിക്ക് അടിച്ചിട്ട് അത് മേടിച്ചത് തോന്നുന്നു. എത്ര 36 അല്ലടാ ബാത്റൂം വെച്ച് നല്ല ഭംഗിയല്ലേ ഇവിടുത്തെ വന്നിരിക്കണം. രാത്രി വേണം. ഇപ്പോഴേ പോകേണ്ട കാര്യമുണ്ടോ? അതന്നെ വെള്ളമൊക്കെ ചേർത്ത് ഇതിപ്പോ നല്ല കറക്കല്ലേ ഇതെന്ന് പറഞ്ഞാൽ കുടുങ്ങി പോയി. അങ്ങനെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ഹണിയൊക്കെ മേടിച്ച് നമ്മൾ ഹണി കോട്ടേജിൽ നിന്ന് പോവുകയാണ്.